വാർത്തയെ വീണ്ടെടുത്ത ഒരു വർഷം എന്നാണല്ലോ നമ്മൾ എഴുതുകയും പറയുകയും ചെയ്യുന്നത്. വാർത്ത എത്തിക്കുക എന്ന പ്രാഥമികമായ ദൗത്യത്തെ നമ്മൾ തിരിച്ചു പിടിച്ചു എന്നെനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ തോന്നുന്നുണ്ട്. അത് പുറത്തു നിന്ന് നോക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണെങ്കിലും വാർത്ത എന്നുള്ളിടത്ത് വാർത്ത വെച്ചുള്ള ഒന്നോ രണ്ടോ വാർത്ത വെച്ചുള്ള ചർച്ചകളുടെ ഒരു സ്ഥലം, ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലം ആയിട്ട് ഈ വാർത്താ ചാനലുകളുടെ സ്പേസ് മാറിയിരുന്നു. അതായത് ഒന്നോ രണ്ടോ വാർത്തകൾ രാജ്യത്തോ നാട്ടിലോ സംഭവിക്കും, അത് വെച്ചിട്ട് ചർച്ചകൾ നടത്താനുള്ള ഒരു സ്ഥലമാണ് ടെലിവിഷൻ വാർത്താ ചാനലുകൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പതുക്കെ വന്നിരുന്നു. 4 ഹെഡ്ലൈൻസ് ഉണ്ടാവും, നമുക്കറിയാം 4 ഹെഡ്ലൈൻസ് ഉണ്ടാവും. അതിനകത്ത് പിന്നീട് അങ്ങോട്ട് ചർച്ചയാണ്. അവതാരകർ നമ്മളിവിടെ നിൽക്കുന്നു, നമ്മൾ ചർച്ച നടത്തുന്നു. റിപ്പോർട്ടർമാർ അവിടെ നിൽക്കുന്നു, റിപ്പോർട്ടർമാർ ചർച്ച നടത്തുന്നു. അങ്ങനെ ഒരു വാർത്തയുടെ നിരവധി വശങ്ങൾ ഒരർത്ഥം കുറേയൊക്കെ ഗുണമുണ്ട്, ഇല്ല എന്നല്ല, പൂർണ്ണമായിട്ടൊക്കെ തള്ളിക്കളയാവുന്ന കാര്യമൊന്നുമല്ല. ആളുകൾ സംസാരിക്കുകയാണ്, വിവരങ്ങൾ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ രാജ്യത്തും ലോകത്തും നിരവധിയായുള്ള വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് പല വാർത്തകളും മിസ്സാവുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ വാർത്തകളുടെ തിരിച്ചുപിടിക്കൽ ആ നിലക്ക് നടത്തി. ഒരുപാട് വാർത്തകൾ വന്ന് ഒരുപാട് വാർത്തകൾ പുറത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ വഴി നാട്ടുകാരാകെ തിരിച്ചറിഞ്ഞു. ആ നിലക്ക് പെട്ടെന്ന് അവർക്കറിയാമായിരുന്നു മറ്റു പല മാർഗങ്ങളിലൂടെയും. അപ്പോൾ ഈ ചാനൽ കൊള്ളാമല്ലോ എന്ന അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർക്കുണ്ടായതിലെ സന്തോഷം നമുക്ക് കിട്ടാനിടയായത് അങ്ങനെ കൂടെയാണ് എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ മനുഷ്യർ പാർക്കുന്ന എല്ലാ ലോകങ്ങളിൽ നിന്നുള്ള എല്ലാ വാർത്തകളും നമ്മളിലേക്ക് വന്നു. അതിലെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതുകൂടെ നമ്മൾ പറഞ്ഞു പോകണം. വാർത്തയെ നമ്മൾ തിരിച്ചു പിടിച്ചപ്പോൾ വാർത്ത ആളുകളെ അറിയിക്കാനുള്ള സ്പേസാണ് വാർത്താ ചാനലുകൾ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നപ്പോൾ അത് മറ്റെല്ലാവരും തിരിച്ച് അതിലേക്ക് വന്നു. അപ്പോൾ നമ്മളൊരു പുതുതായിട്ട് പെട്ടെന്ന് അവർക്കും കൂടി ഒരു വെളിച്ചമുണ്ടായി. അതായത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. അത് ആരും അത് സമ്മതിക്കുകയില്ലെങ്കിൽ തന്നെയും 10ാമതോ 11ാമതോ വന്ന ഒരു പുതിയ ചാനൽ നിങ്ങൾ ഇതാണ് കേട്ടോ ചെയ്യേണ്ടത് എന്ന് അവരെ കൂടെ ബോധ്യപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യവും കൂടെ സംഭവം.